പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ എന്ന മണി ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ. ഈ ഗൂഗിൾ പേയിലെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരമായിരിക്കും. ഇതറിയാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാര്യം ഇത് ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞാനത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്തവർ സാധാരണ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായി കാണുക, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ പേഴ്സണൽ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ഫോട്ടോയുടെ അടുത്തൊരു പെൻസിലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഫോട്ടോ അപ്പോൾ തന്നെ എടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് പോയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ പിക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മറ്റൊരു ഫോട്ടോ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽസ് പിക്ചർ നമുക്ക് മാറിയത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും ഇതുപോലെ പ്രൊഫൈൽസ് പിക്ചർ നമുക്ക് മാറ്റാവുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഗൂഗിൾ അക്കൗണ്ടിൽ പോയതിന് ശേഷം ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ചേഞ്ച് ചെയ്യാനും രണ്ട് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റാവുന്നതാണ്. ഈ രണ്ട് രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്ന ആ രീതിയാണ് വളരെ എളുപ്പവും ഗൂഗിൾ പേയിൽ തന്നെ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.